ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അൽ അസ്ബാബ് എന്നതിന് വന്ന അർത്ഥം അൽ മവദ്ദത്ത് എന്നാണ്. സ്നേഹബന്ധങ്ങൾ അത് മുറിഞ്ഞു പോകും എന്നുള്ളതാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ തഫ്സീർ ഇബ്നു ജരീർ തബരിയും അതേപോലെ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിലുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നേതാക്കന്മാരും അനുയായികളും പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ അത് അറ്റുപോകും, നിലച്ചുപോകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഈ ഒരു തഫ്സീർ അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ഒരു തഫ്സീർ മാത്രമല്ല ഈ അസ്ബാബ് കൊണ്ട് ഉദ്ദേശം. അൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹബന്ധങ്ങളുടെ മാത്രം വിഷയമല്ല, നടേ പറയപ്പെട്ട പ്രാമാണികരുടെ അഭിപ്രായങ്ങളെല്ലാം ഉദ്ദേശമാണ്. അന്യോന്യമുണ്ടായിരുന്ന ബന്ധങ്ങളും രക്തബന്ധങ്ങളും കർമ്മങ്ങളും കരാറുകളും ഉടമ്പടികളും പദവികളും രക്ഷാമാർഗങ്ങളും ഇതൊക്കെ ഉദ്ദേശമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പൊതുപ്രയോഗങ്ങൾ, അൽ അസ്ബാബ് എന്നുള്ളത് പൊതുപ്രയോഗങ്ങളാണ്. അതിന് ഒരു സഹാബി ഏതെങ്കിലും ഒരു ആശയം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ ആ സഹാബിയുടെ വ്യാഖ്യാനം അതിൻ്റെ ഉദാഹരണമാണ് എന്നുള്ളതാണ് തത്വം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്നേഹബന്ധം എന്ന അസ്ബാബിനെ വ്യാഖ്യാനിക്കുമ്പോൾ സ്നേഹബന്ധം എന്നുള്ളത് ഈ അസ്ബാബിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുവാനുള്ളത്.